മുറിവേൽപ്പിച്ച ശത്രുവിനോട് പകരം ചോദിക്കാൻ തക്കം പാർത്ത് കാത്തിരുന്ന നായിഡുവിന്റെ കണക്ക് ചോദിക്കൽ തുടങ്ങിക്കഴിഞ്ഞു. ജഗനിനി എന്ത് പ്രതീക്ഷിക്കണം? 2021 നവംബർ 19 പ്രതിപക്ഷ നേതാവായിരുന്ന ചന്ദ്രബാബു നായിഡു നിയമസഭയിൽ നിന്ന് ഒരു ഇറങ്ങിപ്പോക്ക് നടത്തിയിരുന്നു. അന്ന് സഭയിലുണ്ടായിരുന്ന YSR അംഗങ്ങൾ തന്റെ ഭാര്യയെക്കുറിച്ച് നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളുടെ പേരിലായിരുന്നു നാടകീയമായ ഇറങ്ങിപ്പോക്ക്. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് ചർച്ചയിൽ കൈകൂപ്പി നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അദ്ദേഹം കണ്ണീരോടെ പറഞ്ഞു, ഇനി ഞാൻ ഈ അസംബ്ലിയിൽ പങ്കെടുക്കില്ല, മുഖ്യമന്ത്രി അതിനുശേഷമേ സഭയിലേക്ക് മടങ്ങൂ. മഹാഭാരതത്തിൽ ദ്രൗപദിയെ അപമാനിച്ച രാജനീതി പോലെ നിയമസഭ ഒരു കൗരവ സഭയായി മാറിയെന്ന് നായിഡു പറഞ്ഞു. ആ ശപഥം നിറവേറ്റിക്കൊണ്ട് 2 നാൾ മുമ്പ് നായിഡു അമരാവതിയിലെ നിയമസഭാ മന്ദിരത്തിലേക്ക് കടന്നു വന്നത്. 2019 സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ YSR ജഗൻമോഹൻ റെഡ്ഡിയുടെ YSRP 175-ൽ 151 സീറ്റ് നേടിയിരുന്നു. അന്ന് TDPക്ക് കിട്ടിയത് 23 സീറ്റ് മാത്രം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് NDA വിട്ട് കോൺഗ്രസിലേക്ക് അണിചേരുന്ന തീരുമാനം തെറ്റായെന്ന് അദ്ദേഹം വേദനയോടെ തിരിച്ചറിഞ്ഞു. നായിഡുവിന്റെ 50 വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിന് തിരശ്ശീല വീഴുമെന്ന് വരെ പ്രചരണമുണ്ടായി. പക്ഷെ 5 വർഷത്തിന് ശേഷം BJPയുമായി കൂട്ടുകൂടി ജനസേനയുടെ കരുത്ത് കൂടിയപ്പോൾ സംസ്ഥാന ഭരണം പുഷ്പം പോലെ നായിഡുവിന്റെ കൈവന്നു. കേന്ദ്രം ഭരിക്കുന്ന NDAയിൽ BJPക്ക് പിന്നിൽ അംഗബലമുള്ള കക്ഷിയുടെ നേതാവ്. ആന്ധ്രയിൽ മാത്രമല്ല കേന്ദ്രത്തിലും കരുത്തുള്ള നായിഡുവിനെ ജഗൻ കൂടുതൽ പേടിക്കണം. ആന്ധ്രയിൽ നായിഡു മുഖ്യമന്ത്രി ആയിരിക്കെ നൈപുണ്യ വികസന കോർപ്പറേഷൻ നടപ്പാക്കുന്ന മികവിന്റെ കേന്ദ്രങ്ങൾക്കായി 3300 കോടി രൂപ വകവരുത്തിയിരുന്നു. ഇതിൽ സാങ്കേതിക പരിശീലനം നടപ്പാക്കാൻ 371 കോടി രൂപ വകവരുത്തി. എന്നാൽ ആ പണം കൈപ്പറ്റിയവർ പരിശീലനം നൽകിയില്ലെന്ന് പരാതി ഉയർന്നു. 2019 ജഗൻമോഹൻ റെഡ്ഡി അധികാരത്തിലെത്തിയതിനെ തുടർന്നായിരുന്നു അന്വേഷണം. തുക വ്യാജ കമ്പനിക്കാണ് കൈമാറിയെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. തട്ടിപ്പിന്റെ മുഖ്യ ആസൂത്രകനും ഗുണഭോക്താവും നായിഡു ആണെന്നായിരുന്നു അന്നത്തെ CID മേധാവി N സഞ്ജയുടെ കണ്ടെത്തൽ. GST വകുപ്പിന്റെയും ഇന്റലിജൻസ് വിഭാഗവും ED നടത്തിയ അന്വേഷണത്തിൽ മുൻ മന്ത്രി ശ്രീനി റാവു ഉൾപ്പെടെ 10 TDPക്കാർ അറസ്റ്റിലായി. ചെറിയൊരു സംഘർഷത്തിനൊടുവിലായിരുന്നു ചന്ദ്രബാബു നായിഡുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ആന്ധ്രയുടെ പുതിയ തലസ്ഥാനമായി അമരാവതിയെ പ്രഖ്യാപിച്ചത് 2014 ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രി ആയപ്പോഴായിരുന്നു. എന്നാൽ 2019 YSR അധികാരത്തിലെത്തിയപ്പോൾ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി തലസ്ഥാന വികസന പദ്ധതി മരവിപ്പിച്ചു. കൃഷ്ണ നദീതീരത്ത് നായിഡു പണിത പ്രജാവേദിക കോൺഫറൻസ് ഹാൾ ഒറ്റ ദിവസം കൊണ്ടാണ് ജഗൻ പൊടിച്ചു നീക്കിയത്. അമരാവതിക്ക് സമീപം ഉണ്ടൽവല്ലിയിൽ നായിഡു താൽക്കാലിക വസതിയെടുത്ത് ജനങ്ങളുമായി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി 9 കോടി രൂപ ചെലവിൽ പണിതാണ് പ്രജാവേദിക. ജനങ്ങൾക്കായി പണിത മന്ദിരം തകർത്തതിന് ജഗൻ മറുപടി പറയേണ്ടി വരുമെന്ന് തിരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലും അഭിമുഖങ്ങളിൽ നായിഡു ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. ഒന്നിനു പിറകെ ഒന്നായി കേസുകളിൽ TDP നേതാക്കളും പ്രവർത്തകരും ജഗന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ പീഡിപ്പിച്ചുവെന്ന് TDPയുടെ ആരോപണം. എന്തായാലും തിരിച്ചടി നൽകാൻ നായിഡു ഇറങ്ങിപ്പുറപ്പെട്ട സ്ഥിതിക്ക് ജഗൻ കരുതിയിരിക്കണം.